ഇതെല്ലാം ഇപ്പോൾ പിടിച്ചതാ? നമ്മുടെ 2 പയ്യന്മാരെ നമ്മുടെ വിഴിഞ്ഞത്ത് വന്ന് പിടിച്ച മീനാണ്. തട്ടാൻ പറ്റുമോ? തറയെ തട്ടാൻ പറ്റുമോ? അത് തട്ടിക്കാ തമ്പി. എല്ലാ ഐറ്റം മീനുണ്ട് കേട്ടോ. അതല്ലേ ഞാൻ നോക്കി, അത് ഉൾക്കടലിലേ കിട്ടത്തുള്ളൂ കേട്ടോ. ഞാൻ നോക്കിയപ്പോഴത്തെ ഈ 2 സാധനം എന്താ ഇത് ഇവിടെ നിന്ന് കിട്ടിയെന്നാണ് പറയാം. ഞാൻ പറഞ്ഞില്ല ഇത് ഇവിടെ കിട്ടുന്നത്, ഇത് ഉൾക്കടലിൽ കിട്ടുന്ന മീനാണ് കേട്ടോ ഇത്. അപ്പോൾ പയ്യന്മാർ പറഞ്ഞെന്ന് പറയാം തീറ്റയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. ഇവർക്ക് കിട്ടിയ മീനുണ്ട്, ക്യാരറ്റ് ഫിഷ്, പൂലാവ്. ഇത് കൊണ്ടപ്പൂല എന്ന് പറയുന്ന സാധനമാണ്. ഇതിന് ഒരു മുള്ളാണ് കേട്ടോ. അതുകൊണ്ട് ഈ വാലില് ഇതൊന്നും കൊള്ളാതെ സൂക്ഷിക്കണം. 2 പൊട്ടിച്ചോണ്ട് പോയില്ലേ? ഇവിടെയും ഉണ്ട് കേട്ടോ മുള്ള്. അപ്പോൾ ഈ പൂലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതാണ്ട് ഇവിടെയാണ് മുള്ള് വരുന്നത്. ഈ മുള്ളൊന്നും കൊള്ളാൻ പാടില്ല. ഇവനാണ് ഡേഞ്ചർ കേട്ടോ. ഈ പൂലാവിൻ്റെ മുള്ള്, ഇതെല്ലാം മുള്ള് തന്നെയാണ് കാണിച്ചു കൊടുത്തത്. പിന്നെ ഈ മുള്ള് കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വർഗം കാണാമെന്നാണ് പയ്യ പറയുന്നത്. ഈ മുള്ള് കൊണ്ടിട്ടുണ്ടോ? ഒരു നഖത്തിന്റെ ഇടയിലല്ലേ? അപ്പൊ അന്ന് എന്തായിരുന്നു അവസ്ഥ? എന്തായിരുന്നു? 2 ദിവസം അനുഭവിച്ചു. നീര് വരും കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മീനൊക്കെ പിടിക്കാൻ വരുന്ന കൂട്ടുകാർ ശ്രദ്ധിക്കുക. എന്താ പയ്യൻ പിറക്കി മാലിലോട്ട് ഇടുന്നുണ്ട്. ഇനി പോകുന്നോ തിരിച്ച്? തീറ്റ ചാളയാണ് ഇട്ടത് കേട്ടോ ഇവര്. കൊറേ നാളായല്ലേ ഇവിടെ മീനൊന്നും കിട്ടാണ്ടല്ലേ? രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് കഴിഞ്ഞാലും ഒന്നും കിട്ടത്തില്ലെന്നാണ് പറയുന്നത്. ഞാൻ ഏകദേശം 1 മാസത്തിൽ കൂടുതലായി എനിക്ക് ഒരു മീനും കിട്ടുന്നില്ല. ഇന്നലെ വന്ന് 100 രൂപയുടെ ചാള വാങ്ങിച്ചുകൊണ്ട് ഒരു മീൻ പോലും കിട്ടിയിട്ടില്ല കേട്ടോ. നിങ്ങൾ എവിടെ സ്ഥലം? നമ്മുടെ വെങ്ങാനൂർ തൊട്ടടുത്ത് തന്നെയാണ് പയ്യന്മാർ വരുന്നത്. നമ്മുടെ വീഡിയോസ് കാണാറുണ്ടോ? അടിപൊളി. നമ്മുടെ വീഡിയോസ് കാണും, എല്ലാം ഇടുന്നുണ്ട്, ലൈക്കും കമന്റൊക്കെ. അപ്പോൾ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തേക്ക് ചൂണ്ടയിടാൻ വരുന്ന പയ്യന്മാരോട് എന്താ പറയാനുള്ളത്? നമ്മളെപ്പോഴും പ്രതീക്ഷ വരാൻ പാടില്ല. പ്രതീക്ഷ വന്നു കഴിഞ്ഞാൽ കിട്ടത്തില്ല. ഒരു ടൈം പാസിന് വരും അല്ലേ? വെറുതെ വന്നതാണ്. വെറുതെ ഒരു 50 രൂപ ചാള വാങ്ങിച്ചിട്ടപ്പോ അത്യാവശ്യത്തേക്ക് ഇന്നത്തെ കിട്ടും. പേരെന്താ പേര്? വിജയകുമാർ. മോന്റെ പേരെന്താ? റോഷൻ. ഓക്കെ. ഇവൻ എന്തെങ്കിലും മീൻ കിട്ടിയോ? ചേട്ടനെ കൊടുത്ത്. അതെന്താ അങ്ങനെ കൊടുത്ത്? പറഞ്ഞു കേട്ടോ. പയ്യന്മാരെ ഒരു പുണ്യ പ്രവൃത്തിയും കൂടെ ചെയ്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന ഒരു പയ്യനെ, പേരറിയോ? പയ്യന്റെ പേരറിയോ? അറിയില്ല കേട്ടോ. അവിടെ ഇരിക്കുന്ന പയ്യനെ ഒന്നും കിട്ടിയില്ലെന്നാണ് പറയുന്നത്. ഉച്ചയ്ക്കേ വന്നിരിക്കുകയാണ് മീൻ പിടിക്കാൻ. ഒന്നും കിട്ടാത്തത് കാരണം അതാണ്ട് ഈ പയ്യന്മാർക്ക് കിട്ടിയ കുറച്ച് മീൻ ആ പയ്യന് കൊടുത്തെന്നാണ് പറയുന്നത്. എന്തോന്ന് മീൻ കൊടുത്ത അവർക്ക്? പുലാവ് തന്നെ കൊടുത്തല്ലേ? ശരി. അപ്പോൾ എല്ലാവർക്കും ഒരു ബായ് പറഞ്ഞോ. ഓക്കെ. എന്നാൽ